അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് സംസാരിക്കുകയാണ്. അതായത് വളരെ ഇഖ്ലാസോടെ കൂടെ ഒരു ശ്രദ്ധയും തെറ്റാത്ത രൂപത്തിൽ നിസ്കരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു ശ്രദ്ധയും തെറ്റാതെ നല്ല പൂർണ്ണമായ ഇഖ്ലാസോടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ചില ആളുകൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു തരോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഈ വീഡിയോയിലൂടെ ഈ വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ നമുക്ക് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. അതായത് പ്രധാനമായും നമ്മൾ ഇവിടെ രണ്ട് വിഷയമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അതിൽ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ താല്പര്യം എന്നുള്ളത് അല്ലാഹുവിന്റെ തൃപ്തിയായിരിക്കണം. ആ തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ് അതേതൊരു വിഷയത്തിലും. അപ്പോൾ നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം അല്ലാഹുവിനുള്ള അല്ലെങ്കിൽ അല്ലാഹുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ഒരു മുനാജാത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ്. ഈ സമയത്ത് തീർച്ചയായിട്ടും അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭൗതികമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിലെ ചിന്തകളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇതിനുള്ള വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം പറയുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളെയും ഞാൻ ഈ പറയുന്ന വിഷയം നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ ശ്രദ്ധ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. നമുക്കും അല്ലാഹുവിനും അറിയാം. മറ്റൊരാളോട് പറഞ്ഞിട്ടും അതിനെ ഷെയർ ചെയ്തിട്ടൊന്നും നടക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇന്ന് കുറച്ച് വിഷയങ്ങൾ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. ഇത് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന്, നമ്മൾ നമസ്കാരത്തിലേക്ക് വേണ്ടി കൈകെട്ടിയാൽ നമുക്ക് ആർക്കെങ്കിലും കടം കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ളത് തുടങ്ങി പല വിഷയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക നിസ്കാരത്തിലായിരിക്കും. എത്തരത്തിൽ നമ്മൾ നമസ്കാരത്തിലേക്ക് വേണ്ടി കൈകെട്ടി നിസ്കാരം അവസാനിപ്പിക്കാൻ ആകെ 5 മിനിറ്റ് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 5 മിനിറ്റ് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ അതിനേക്കാളും ചുരുങ്ങിയതോ അല്ലെങ്കിൽ ഒരൽപ്പം കൂടിയതോ ആയ സമയത്തിൽ നമ്മൾ ഒരു നിസ്കാരം നിസ്കരിച്ചിരിക്കും. ആ സമയത്തിൽ, ആ ചുരുങ്ങിയ സമയത്തിലാണ് പല ചിന്തകളും നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്നുള്ളത് നമ്മെ എല്ലാർത്ഥത്തിലും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബായ അല്ലാഹു, ആ അല്ലാഹുവിനേക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സമയം പോലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലകൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള വളരെ ഖേദകരമായ ഒരവസ്ഥയിലൂടെയായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പല ആളുകളും കടന്നു പോകുന്നത്. ഇതിനുള്ള കൃത്യമായ ഒരു പരിഹാരം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, ആദ്യം നമുക്ക് ഫർള് നമസ്കാരങ്ങളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എപ്പോഴും നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഷർത്താണല്ലോ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. അപ്പൊ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുമ്പോൾ രണ്ട് തരത്തിലാണുള്ളത് നമുക്കറിയാം. ഒന്ന് വലിയ ശുദ്ധി, മറ്റൊന്ന് ചെറിയ ശുദ്ധി. വലിയ ശുദ്ധിയുള്ളവരാണെങ്കിൽ സാധാരണഗതിയിൽ അവര് കുളിച്ച് വൃത്തിയായിരിക്കണം. എന്നാൽ ചെറിയ ശുദ്ധി, അത് നമ്മൾ ചെറിയ ശുദ്ധി സാധാരണ എപ്പോഴും നമസ്കാരങ്ങളിൽ അല്ലെങ്കിൽ നമസ്കാരങ്ങൾക്ക് മുമ്പ് പോകുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സാധാരണ നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. അതായത് ചെറിയ ശുദ്ധിയുള്ള ആളുകൾ ഉളൂ ചെയ്യണം. അപ്പൊ നമസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുക ഉളൂ ചെയ്യുകയാണ്. ഈ ഉളൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം എന്നുള്ളത് പരിപൂർണമായ രൂപത്തിൽ ഉളൂ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായി മുൻകൈ കഴുകി ആ കൈ കഴുകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ, ആ ഉളൂവിന്റെ പ്രാക്ടിക്കൽ രൂപവും അതിൽ ചൊല്ലേണ്ട ദിക്റുകളും അതിനുശേഷമുള്ള ദുആവും ഒക്കെ പ്രാക്ടിക്കലായി തന്നെ ഞാൻ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. അതിനെന്തെങ്കിലും സംശയങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഉളൂവിന്റെ എല്ലാ സുന്നത്തുകളും പാലിച്ച് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് നല്ല പരിപൂർണമായ രൂപത്തിൽ ഉളൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉളൂ ചെയ്ത് ഉളൂവിന് ശേഷമുള്ള ദുആവും കൂടി ചെയ്യുക. അത് വളരെ പ്രധാനമായും നമ്മുടെ നിസ്കാരത്തെ നല്ല രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമുക്കേറെ സഹായകമാകുന്ന ഒരു ഘടകമാണ്. മാത്രമല്ല ഇങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഉളൂ ചെയ്യുക എന്നുള്ളത്
ഏറെ പുണ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. ഇനി രണ്ടാമത്, ഈ ഉളൂവിന് ശേഷമുള്ള ദുആക്ക് കൃത്യമായി നമ്മൾ ചെയ്ത് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഫർദ് നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ അതിനു മുമ്പുള്ള ഒരു സുന്നത്ത് നമസ്കാരം കൂടി നിസ്കരിക്കാം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സുന്നത്ത് നമസ്കാരങ്ങൾ, അതായത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് ഏറെ മഹത്വമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെയുള്ള ഈ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത്. എന്നാൽ ഈ സുന്നത്ത് നമസ്കാരങ്ങൾ ഏറെ മഹത്വമുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ഫർദ് നമസ്കാരങ്ങളിൽ വരുന്ന പല വീഴ്ചകളും ഇതുകൊണ്ട് പരിഹരിക്കപ്പെടും. അതുമാത്രമല്ല, സുന്നത്ത് നമസ്കാരം നിസ്കരിച്ച് നമ്മൾ ഫർദ് നമസ്കാരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ഫർദ് നമസ്കാരത്തിലേക്ക് വേണ്ടിയുള്ള വലിയൊരു തയ്യാറെടുപ്പ് കൂടിയാണ് അവിടെ നടത്തുന്നത്. ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിർവഹിക്കാം. ഇനി അതല്ല, പുരുഷന്മാരാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും കൃത്യമായി കൊടുക്കുക, സ്ത്രീകളാണെങ്കിൽ ഇക്കാമത്ത് വിളിക്കുക. അങ്ങനെ കൃത്യമായി നമ്മൾ ബാങ്കും ഇക്കാമത്തും കൊടുത്ത്, സ്ത്രീകളാണെങ്കിൽ ഇക്കാമത്ത് മാത്രം, ഇക്കാമത്ത് കൊടുത്ത് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ഇനി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവിടെയാണ് നമ്മൾ വളരെ പ്രധാനമായും, അത് ഏതൊരു നിസ്കാരമാണെങ്കിലും വളരെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നിസ്കാരമല്ല ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, അതായത് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് റബ്ബായ അള്ളാഹുവാണ്. ആ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധത്തിൽ നമ്മൾ നിസ്കരിക്കാം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. എത്തരത്തിൽ? ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് ആർക്കാണ്? അള്ളാഹുവിനേക്കാണ്. ആ അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ല, പക്ഷെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ നമ്മൾ നിസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മൾക്ക് വലിയ ഒരു ഉന്മേഷം, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള അങ്ങേയറ്റം ഒരു ഭയഭക്തി നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും ആ ചിന്ത നമ്മൾ എപ്പോഴും നിലനിർത്താം. ഇനി നിസ്കാരത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിനി ചെറിയ സൂറത്തുകൾ ഓതിയിട്ടോ വലിയ സൂറത്തുകൾ ഓതിയിട്ടോ എങ്ങനെ നിസ്കരിക്കുന്നവരാണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ കേന്ദ്രീകരിക്കാം. ഈ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അറിയുന്ന രൂപത്തിൽ നമ്മളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ദിക്റ് ചൊല്ലാം. അപ്പൊ ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ കേന്ദ്രീകരിക്കാം. നമ്മുടെ ഫ്രണ്ടില്, നിസ്കരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ മറ ഒക്കെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മറ സൂക്ഷിക്കുക. ഇനി അതല്ല അപ്പുറത്ത് ക്ലോക്കുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും നോട്ടം നോക്കാതിരിക്കുക. സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. ഇത് വളരെ പ്രധാനമാണ്. നിസ്കാരം കഴിയുന്നത് വരെ ഇത് കൃത്യമായി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറ്റുന്ന ദിക്റുകളും ഇവിടെയും ഒക്കെ അർത്ഥം, അതായത് നമുക്കറിയുന്ന അർത്ഥം നമ്മൾ മാക്സിമം മനസ്സിൽ ഇങ്ങനെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മൾ ദിക്റ് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അള്ളാഹുവിനെ നിരന്തരമായി ഓർക്കുന്ന നല്ലൊരു അവസ്ഥ നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് കൂടി ദുആ ചെയ്യുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമസ്കാരത്തിലേക്ക് വരുമ്പോൾ വളരെ റാഹത്തായിട്ട് വരാം. അതെല്ലാ സമയത്തും ചിലപ്പോൾ കുളിക്കാൻ പറ്റണമെന്നില്ല. ഇനി നല്ല വസ്ത്രം ധരിക്കുക, പറ്റുമെങ്കിൽ നന്നായിട്ട് കുളിക്കുക. ഇനി ഈ ഉളൂ ചെയ്യുന്നതിന്റെ ആ തുടക്കത്തിൽ തന്നെ മിസ്വാക്ക് ചെയ്യാം. അതായത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഉളൂവിന്റെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. മാത്രമല്ല നമ്മൾ മിസ്വാക്ക് ചെയ്ത് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന്റെ ഓരോ റക്അത്തുകൾക്കും ഒരുപാട് മഹത്വം കൂടും. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത്യാവശ്യം നല്ല വസ്ത്രം തന്നെ ധരിച്ച് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കാം. ഇതൊക്കെയാണ് വളരെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ഇതിനെല്ലാം പുറമെ നമുക്കിടെ നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അങ്ങനെ എത്ര ചെയ്തിട്ട് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും വലിയ പരിഹാരം ഈ പറയുന്ന ഒരു വിഷയം എന്നുള്ളത് എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മെ ഏറെ സഹായിക്കുന്ന ഒരു ഘടകമുണ്ട്. അതേതാണ്? അനാവശ്യമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാം. അത് അനാവശ്യമായ സംസാരങ്ങള്, അനാവശ്യമായ പ്രവർത്തനങ്ങൾ, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാം. ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവുമായിട്ട് ചിന്തിക്കാം. ഇനി മാത്രമല്ല, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു രണ്ട് പ്രധാനപ്പെട്ട വിഷയം, ഒന്ന് നമ്മുടെ ഫുഡ് ക്രമീകരിക്കുക. അതായത് ആവശ്യത്തിന് കഴിക്കുക, അമിതമായിട്ട് കഴിക്കാതിരിക്കുക. ഉറക്കം ക്രമീകരിക്കുക, ആവശ്യത്തിന് ഉറങ്ങാം, അമിതമായിട്ട് ഉറങ്ങാതിരിക്കുക. ഇത് കൃത്യമായി ഷെഡ്യൂളിൽ കൊണ്ടുവരാം. ഇങ്ങനെ ലൈഫ് മൊത്തത്തിലൊരു ഷെഡ്യൂൾ ആകുമ്പോൾ
നമ്മൾ നിസ്കാരം നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റും. മറ്റു വളരെ റാഹത്തായിട്ട് ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.